സ്കൂൾ തുടങ്ങാനുള്ള എൻ്റെ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തന്നെയാണ്. കാരണം ഈ പ്ലേ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞ് എൻ്റെ അടുത്ത് വളരെ വളരെ പാവപ്പെട്ട വീടുകളിൽ നിന്നും കുട്ടികളെ ഇവിടെ ചേർക്കാൻ കൊണ്ടുവന്നു. പറഞ്ഞു, ടീച്ചറേ എനിക്ക് ഫീസ് തരാനായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഫീസ് തരണ്ട, നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരൂ. കുട്ടികളെ കൊണ്ടുവന്നോളൂ. അയ്യോ അതെങ്ങനെയാണ് ടീച്ചറെ? ഞാൻ പറഞ്ഞു, കൊണ്ടുവരൂ, നിങ്ങൾ ഒന്നും വേണ്ട, കുട്ടികൾ വളരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് വാസ്തവം പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ പ്ലേ സ്കൂൾ തുടങ്ങുന്നത്. കാരണം നിർധന കുടുംബത്തിൽ നിന്നും അവർ വീട്ടുജോലിക്ക് പോകുന്നവരാണ്. അവർക്ക് അവരുടെ കുഞ്ഞിനെ എവിടെയാക്കണം എന്നുള്ളൊരു ചോദ്യചിഹ്നവുമായിട്ട്. കാരണം എല്ലായിടത്തും വലിയ വലിയ ഫീസുകൾ. ഞാൻ പറഞ്ഞു, ഇവിടെ കൊണ്ടുവന്നുള്ളൂ. അല്ല, ടീച്ചറുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമാണ്. ഇവിടെ കൊണ്ടുവരൂ, എനിക്ക് എല്ലാ കുട്ടികളും, വലിയ വീട്ടിലെ കുട്ടിയും ചെറിയ വീട്ടിലെ കുട്ടിയും ഒരേപോലെ തന്നെയാണ് എൻ്റെ കണ്ണിൽ. ഇവിടെ എല്ലാവരും ഒരുപോലെ വളരും, ഒരുപോലെ. ആ ഒരു ചിന്ത എന്നെ വളരെയധികം മുന്നോട്ടേക്ക് നയിച്ചു. ഇങ്ങനെ അപ്പം ഞാൻ എൻ്റെ വീട്ടിലും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ഞാൻ പറഞ്ഞു, ഇവിടെ വരുന്നു, കുട്ടികൾ കഥകൾ കേൾക്കുന്നു, കുട്ടികൾ പാട്ട് പാടുന്നു, മാക്സിമം അവരുമായിട്ട് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കളിക്കുന്നു. വളരെ ഹാപ്പി ആയിട്ട് പാരൻസ് വന്ന് അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു, മാതാപിതാക്കൾ വന്ന്. അപ്പോൾ ഇത് വലിയൊരു നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരിതാണ്. കാരണം ഇന്ന് നമുക്ക് എല്ലാവർക്കും പേടിയാണ്. എൻ്റെ കുട്ടി ആ വീട്ടിലാക്കിയ പേടി, ഈ വീട്ടിലാക്കിയ പേടി, അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തി. നമുക്ക് വിശ്വാസം എന്ന് പറയുന്ന ഘടകം പരസ്പരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ വലിയൊരു വിശ്വാസം. ഇവരെ ആരും എനിക്ക് മുന്നേ അറിയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കുട്ടികളെല്ലാം എൻ്റെ കുട്ടികളായി മാറുകയാണ്. അപ്പോൾ ഇതിനൊരു കാരണം, ഇതിൻ്റെ പുറകിലൊരു ഘടകം വേറൊന്നുമില്ല, സ്നേഹം മാത്രമേ ഞാൻ പറയുള്ളൂ. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. ഇതില്ലാത്ത സ്ഥലത്തൊന്നുമില്ല, എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും. പ്ലേ സ്കൂള് നടത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എനിക്ക് പറയാൻ തന്നെ അറിയില്ല. കാരണം കുട്ടികളും ചെടികളും പാട്ടുകളും ഇതൊക്കെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ഇതിനപ്പുറം എനിക്കൊരു ലോകം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും എനിക്ക് സംഗീതവും കുട്ടികളും ചെടികളും എൻ്റെ കുടുംബവും ഇത് മാത്രമല്ല എനിക്കൊരു പ്രാർത്ഥന. അതാണ് എനിക്ക് ഈശ്വരന് ഇനിയും തരേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രമാത്രം ഇതൊക്കെയായിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതൊക്കെ കണ്ട് പഠിച്ചിരിക്കുന്ന എൻ്റെ അമ്മ വെച്ചാൽ, അമ്മയ്ക്ക് ഞങ്ങൾ വലിയ കുടുംബമാണ്. അപ്പോൾ മൂത്ത എൻ്റെ ഏട്ടന്മാരുടെ കുട്ടികളൊക്കെ വരുമ്പോൾ അമ്മ കാണിക്കണ, അവരോട് കാണിക്കണ ആ ഒരു വാത്സല്യം, ഇതൊക്കെ ഞാൻ കുട്ടിയിലെ മുതൽ കണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എനിക്കും ഇങ്ങനൊരു സാഹചര്യം കിട്ടുമ്പോൾ ഇതെല്ലാം കുട്ടികളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൽ ഞാൻ വലിയ സന്തുഷ്ടയാണ്. എനിക്കതിനൊരു കുറവുമില്ല. വളരെ ഹാപ്പിയാണ് ഞാൻ ഈ ഒരു സാഹചര്യം, ഞാൻ ഇങ്ങനെയൊരു സ്കൂൾ തിരഞ്ഞെടുത്തതിലും കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിലും. എന്താ പറയുക, ഞാൻ വീണ വായിക്കും, പിന്നെ സംഗീതത്തോടും ഒക്കെ താല്പര്യം ഉള്ള ഒരാളാണ്. എൻ്റെ കുട്ടികളും അതെ. അപ്പോൾ ആ ഒരു രീതിയാണ് എന്നിലേക്ക് ഇതിനോടുള്ള ഒരു ആകർഷണം തോന്നിയത്.
കുട്ടി കുസൃതി കാണിക്കുമ്പോൾ, മോനെ നീ എന്തിനാ അത് ചെയ്തു, നമ്മുടെ ശബ്ദത്തിൽ കുറച്ച് മാറ്റം വരികയാണ്, ദേഷ്യഭാവം വരികയാണ്. അപ്പോൾ അവൻ ഒന്നും കൂടി ചെയ്യും. ഇതിലെന്തുണ്ടെന്ന് മനസ്സിലായി, എൻ്റെ ശബ്ദത്തിൽ വന്ന മാറ്റത്തിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ശബ്ദത്തിൽ വരുന്നു. മോനെ അത് ചെയ്യണ്ട കേട്ടോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അവനത് ചെയ്യില്ല. പിന്നെ ഒരു കുഞ്ഞിനെ നമ്മൾ വഴക്ക് പറയുന്ന സാഹചര്യം ഉണ്ടാവും. ആ വഴക്ക് പറയുന്ന സമയത്ത് നമ്മൾ വഴക്ക് പറയണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കണം, എന്തിനാണ് മോനെ അമ്മ വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ മാമൻ വഴക്ക് പറഞ്ഞത്, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ കുട്ടീനെ മുതൽ തന്നെ ഓരോ റിലേഷനും കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാക്കിയല്ല, കാണിച്ചു കൊടുക്കണം. മാമൻ വന്നു, അപ്പോൾ മാമൻ വരുമ്പോൾ അമ്മയും വീട്ടിലുള്ളവരും കാണിക്കുന്ന ആ ഒരു സന്തോഷം, ഇതെല്ലാം അവൻ കണ്ട് വളരുകയാണ്. എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ കൂട്ടുകാരെയാണെങ്കിലും ആരെയാണെങ്കിലും ഇന്ന ആളാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരാളാണ്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. നമ്മളുമായിട്ട് അവർക്ക് നല്ല ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ആ കുട്ടി സമൂഹത്തിൽ അതേപോലെ തന്നെ വളരാൻ പഠിക്കും. അവൻ്റെ സുഹൃത്തിനെ സ്നേഹിക്കാനും അവൻ്റെ സുഹൃത്തിനെ ധൈര്യപൂർവ്വം വീട്ടിലേക്ക് ക്ഷണിക്കാനും അവൻ്റെ അച്ഛനും അമ്മയും അവരോട് കാണിക്കുന്ന ആ സ്നേഹവും നല്ല സുഹൃത്തിനെ തിരിച്ചറിയാനും എല്ലാം അവന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമ്മളിലൂടെ മാത്രം നമ്മൾ അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന ചൊല്ല് വാസ്തവത്തിൽ എത്ര ശരിയാണ്. ഒരു കുട്ടിയുടെ ശീലം ഡെവലപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ അമ്മ മോന് ഭക്ഷണം കൊടുത്തു, ചോറ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ നമ്മൾ വായ കഴിയിക്കുന്നു, കൈ കഴിയിക്കുന്നു, നമ്മളൊരു ടവലെടുത്ത് അവന് തുടയ്ക്കുന്നു. പിന്നെ കുറച്ചും കൂടി അവൻ മുതിർന്ന് കഴിയുമ്പോൾ ആ വളർച്ചയിൽ അവൻ ശീലങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്. കൈ കഴുകണം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ തുടയ്ക്കണം. ഈ ശീലങ്ങളെല്ലാം ശീലിപ്പിക്കുന്ന ആദ്യം വീട്ടിൽ നിന്ന് ശീലിക്കുമ്പോൾ അതിന് നമ്മൾ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവന് വേണ്ടൊരു ടവലെടുത്ത് വെച്ച് കൈ തുടച്ച് അവൻ മുതിർന്ന് വരുമ്പോൾ ഓടിപ്പോയി വേറെ ഏതെങ്കിലും കർട്ടനിൽ തുടയ്ക്കുകയോ അല്ലെങ്കിൽ കർട്ടൻ വെച്ച് മുഖം തുടയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. ആ ശീലം അമ്മയിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ ആ ശീലങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ചെരുപ്പ് തന്നെ നമ്മളൊരു വീട്ടിലേക്ക്, ഇന്നിപ്പോൾ ആ ശീലമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെരുപ്പ് ഊരി പുറത്ത് വയ്ക്കും, എന്നിട്ടാണ് അവർ ക്ലാസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് ചെരുപ്പ് ഊരി പുറത്ത് വയ്ക്കുന്നത്. നമ്മൾ വഴിയേ വരുമ്പോൾ പല അഴുക്കുകളും ചവിട്ടിയാണ് വരുന്നത്. ഇതെല്ലാം ചെരുപ്പിൽ അത് പുറത്ത് വയ്ക്കുമ്പോൾ എന്നിട്ട് അകത്ത് കയറുക. അപ്പോൾ ആ ഒരു ശുദ്ധം അവിടെ ഉണ്ടാവുകയാണ്. അസുഖങ്ങളില്ലാതിരിക്കാവുന്ന ആ ഒരു ശീലങ്ങൾ വരികയാണ്. അപ്പോൾ ഈ കൊച്ചു ശീലങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്തും പറഞ്ഞു കൊടുത്തും ഒക്കെയാണ് അവരിലേക്ക് ഉണ്ടാവുന്നത്. അതിനുദാഹരണം കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് പാട്ടിലൂടെ കൊച്ചു പാട്ടിലൂടെ അവർക്കത് നമ്മൾ പാടിക്കൊടുക്കും. കുഞ്ഞേ ഉണരൂ നീ, കുഞ്ഞിക്കണ്ണുകൾ തുറക്കൂ നീ, ഓമൽ പല്ലുകൾ തേക്കേണ്ടേ, ഓമന മുഖവും കഴുകേണ്ടേ. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ബ്രെയിനിലേക്ക് ഇതിങ്ങനെ കടന്നു വരികയാണ്. ഈ ശീലങ്ങളൊക്കെ ചെയ്യണം, അപ്പോഴാണ് ഞാനൊരു നല്ല കുട്ടിയാവണത് എന്നുള്ളൊരിത്. അപ്പം കൊച്ചു കുട്ടി കവിതകളിലൂടെ അവർ ഇത് കേട്ടും കൊച്ചു കഥകളിലൂടെയും പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിലൂടെയുമാണ് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത്. ഒരു 7 വയസ്സാകുമ്പോഴേക്കും ഒരു കുഞ്ഞിൻ്റെ ശീലം എല്ലാം ആയിക്കഴിഞ്ഞു. പിന്നെ അവനെ ശീലങ്ങൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാട് തന്നെയാണ്. ഈ 7 വയസ്സിനുള്ളിൽ, ഈ ബാല്യത്തിനുള്ളിൽ അവൻ നല്ല ശീലങ്ങളുടെ ഉടമയായി കഴിഞ്ഞു. പിന്നീട് ഇൻ കേസാണത്, നമുക്കതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ 7 വയസ്സിനുള്ളിൽ ഉണ്ടാവുന്ന ശീലങ്ങളെയാണ് നല്ല ശീലങ്ങൾ. ഈ ശീലങ്ങളാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ. ഇത് നമ്മുടെ ഒപ്പം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും.
ഒരു കുഞ്ഞ് ഇപ്പോൾ പ്ലേ സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് കൂടുതലും കളിക്കണം. അപ്പം അമ്മയുടെ മടിയിൽ നിന്ന് നേരെ വരുന്നൊരു പ്ലേ സ്കൂളിലേക്കാണ്. അതായത് ഡേ കെയർ തുടങ്ങിയപ്പോൾ ഞാൻ പറയും, എൻ്റെ ഇപ്പോൾ ഒരു സ്കൂളിൽ 9 മന്ത് തുടങ്ങിയുള്ള കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കൂടുതലും ലാളനയാണ് അവർക്ക് വേണ്ടത്. അവർക്ക് മറ്റ് കളിപ്പാട്ടങ്ങളെക്കാളിലും വേണ്ടത് ലാളന. അവരുടെ ഒപ്പം കളിക്കുക. അവരുടെ ഒപ്പം എന്ത് കളി, ആന കളിക്കണമെങ്കിൽ ആന കളിക്കുക, താഴത്ത് കിടന്ന് ഉരുണ്ട് കളിക്കണമെങ്കിൽ ഉരുണ്ട് കളിക്കുക. അവരുടെ ഇഷ്ടപ്പെട്ട കളികളാണതൊക്കെ. ഈ കളികളിലൂടെ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. കാരണം അവർക്കൊരു സെക്കൻഡറിയാണ്. അധ്യാപികമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കാണുന്ന നെസ്റ്റാണ്. അപ്പോൾ അവർക്ക് അമ്മ തുല്യമായിട്ടാണ് അവർ കുട്ടികളെ സ്നേഹിക്കുന്നത്. ഇവിടെ വന്ന് നമ്മളെന്താണ് അവർക്ക് കൊടുക്കുന്നത്, അതാണ് അവർ നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ അവരോട് സ്നേഹിച്ച് പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്രീ സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടി മാസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ്, അപ്പോൾ ഒരു 3-3.5 വയസ്സാവുന്ന കുഞ്ഞുങ്ങളെ എന്തെങ്കിലും പടങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്കൊരു ഹോൾഡിംഗ് കപ്പാസിറ്റി നമ്മൾ പെൻസിൽ വെച്ചിട്ട് കൊടുക്കുന്നു, സ്ലേറ്റ് പെൻസിൽ വെച്ച് കൊടുക്കുന്നു. അവർ അത് വരച്ച് കാര്യങ്ങളെല്ലാം ഇതാവുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ അവൻ നല്ലൊരു കുഞ്ഞായിട്ട് തന്നെയാണ് ജനിച്ചു വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ അവനെ മോഡുലേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിന് നമ്മൾ ഏറ്റവും ആദ്യം അച്ഛനും അമ്മയും തന്നെ ഞാൻ പറയാം, ആ കുട്ടികളെ കുഞ്ഞിനെ സമൂഹത്തിന് വേണ്ടി നല്ലൊരു പൗരനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അല്ലാതെ ഒരു ഡോക്ടർ, എൻജിനീയർ അതല്ല, നല്ലൊരു വ്യക്തി ആയിരിക്കണം. അവൻ നന്മ നിറഞ്ഞവനായിരിക്കണം. അപ്പം അതിനു വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കണ്ടാണ് അവൻ വളരുന്നത്. ആ വളർച്ചയിലൂടെയാണ് അവനെ നമ്മൾ നല്ല പൗരനായിട്ട് മാറ്റുന്നത്. അവന് പല സംശയങ്ങളും വളർന്നു വരുന്ന സമയത്തുണ്ടാവും. അതെല്ലാം നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ശരിയായ ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവൻ്റെ സംശയങ്ങൾ നിവർത്തിക്കൊണ്ട് വരണം. അപ്പോഴാണ് അവനൊരു നല്ല വ്യക്തിയായിട്ട് വളരുന്നത്. നമ്മൾ ഓരോ മാതാപിതാക്കളും നമ്മുടെ കുഞ്ഞിനെ നല്ലൊരു വ്യക്തിയായിട്ട് വേണം സമൂഹത്തിന് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അവൻ ഏറ്റവും നല്ലൊരു മഹാനായി തീരും. അതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് കുഞ്ഞിന് വേണ്ടിയിട്ട്.